ഇവിടെ നമുക്ക് ഗ്യാപ്പുകളൊന്നും കാണുന്നില്ല. ഇതിന്റെ കാരണം ഇവിടെ നമ്മൾ ഡാഷ് 12 പോയിന്റ് 2 പോയിന്റ് ഗ്യാപ്പ് കൊടുത്തിട്ടൊന്നും ഇവിടെ കാണുന്നില്ല, ഒരു ഇഫക്റ്റും കാണുന്നില്ല. ഇതിന് കാരണം ഈ കാണുന്ന ക്യാപ്പിന്റെ പ്രശ്നമാണ്. ഇവിടെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഇതിന്റെ സെലക്റ്റഡ് ആയിട്ടുള്ളത് എന്താ പറയാ ബിവൽ ക്യാപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ക്യാപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റഡ് ക്യാപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്യാപ്പിനേക്കാൾ കനത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് ഇതിന്റെ ലൈനിന്റെ പോയിന്റ് തീർച്ചയായിട്ടും 40 ആണ്. അപ്പൊ 40 ആവുമ്പോൾ അതിന്റെ പകുതിയാണ് അതിന്റെ പകുതി 20 പോയിന്റിലായിരിക്കും ഇതിന്റെ ക്യാപ്പ് നിൽക്കുന്നുണ്ടാവുക. ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം 20 ആയിരിക്കും. അതായത് നമ്മുടെ ലൈനിന്റെ ഹാൻഡിൽ പോയിന്റ് മുതൽ ഈ അറ്റം വരെയുള്ള ദൂരം ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന പോയിന്റിന്റെ പകുതി ആയിരിക്കും, അതായത് 20 പോയിന്റ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെറും 2 പോയിന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല. ഓരോ ലൈനിനും ഓരോ പീസിനും ഇതുപോലെ എന്തുണ്ടായിരിക്കും, ഈ പ്രൊജക്റ്റഡ് ക്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ 2 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണില്ല. ചെയ്യാവുന്നത് എന്താ വെച്ചാൽ ഈ ക്യാപ്പ് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ലൈൻ കാണാം. ഇവിടെ 2 ലൈനുകൾ കാണാൻ കാരണം വെച്ചാൽ നമ്മൾ ഒരു ഡാഷും കൂടി കൊടുത്തിട്ടുണ്ട്, 2 പോയിന്റിന്റെ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ ലൈൻ കാണാൻ കാരണം. അപ്പൊ ഈ 2 പോയിന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു, എന്റർ പ്രസ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും 12 പോയിന്റ് ലൈൻ വെയിറ്റ്, 2 പോയിന്റ് ഗ്യാപ്പ്. ഈ 2 പോയിന്റ് എന്നുള്ളത് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ടല്ലേ, അതിന്റെ ഗ്യാപ്പ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ലൈൻ ഡാഷ് കൊടുത്താലും പോരാ, നമ്മളുടെ ഇവിടെ ക്യാപ്പിന്റെ പ്രശ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇതിൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അർത്ഥം. അതല്ലെങ്കിൽ പിന്നെ ലൈനിന്റെ വെയിറ്റ് കുറയ്ക്കണം. ഇതിന്റെ ഈ കൊടുത്തിരിക്കുന്ന വെയിറ്റിനേക്കാൾ കുറഞ്ഞ വെയിറ്റിലായിരിക്കണം ഇതിലുണ്ടായിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റിലായിരിക്കണം ഇത് രണ്ടും നിലനിൽക്കേണ്ടതെന്ന് അർത്ഥം. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് കാണുള്ളൂ. ഇനി മറ്റൊരു പ്രധാന സംഗതി തന്നെ ഇതിലും ഇതായിട്ടുള്ള സംഗതി, നമുക്കിവിടെ ഈ റൗണ്ടഡ് ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഇത് ഡോട്ടഡ് ലൈൻ ആക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാ നോക്കാം. ഇവിടെ നോക്ക്, ഞാനിവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പോയിന്റ് ഞാനൊരു കുറച്ച് കുറയ്ക്കുകയാണ്. പോയിന്റ് ഒരു 2 പോയിന്റ് 3 പോയിന്റ് കൊടുക്കും. ഇതിന്റെ ഗ്യാപ്പ് അതേപോലെ തന്നെ ഒരു 10 പോയിന്റ് എന്നുള്ളത് 10 പോയിന്റ് ആയിക്കോട്ടെ, 10 പോയിന്റ് കൊടുക്കുക. 10 പോയിന്റ് ഗ്യാപ്പ് 110 പോയിന്റ് ആയി. സെലക്ട് ചെയ്യുക 10 പോയിന്റ്. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടി. ഇവിടെ ഈ 3 പോയിന്റ് ആണ് ഈ കാണുന്ന ലൈനിന്റെ വെയിറ്റ്. 1 പോയിന്റ്, ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1/72 ഇഞ്ച് ആണ് കേട്ടോ. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ റൗണ്ടഡ് ക്യാപ്പ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പോയിന്റിന്റെ 10 പോയിന്റ് എന്നുള്ളത് ഈ പോയിന്റിന്റെ ഇതിന്റെ പകുതി പോയിന്റിന്റെ കുറവാണ്. അതായത് ഇവിടെ 20 പോയിന്റ് ആണ്, ഇവിടെ 10 പോയിന്റേ ഉള്ളൂ. അപ്പോ ഈ 20 പോയിന്റിൽ കൂടുതൽ പോയിന്റ് കൊടുത്താലാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഗ്യാപ്പ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇതൊന്നൊരു 25 എന്ന് കൊടുക്കണം. അപ്പോൾ ഒരു കുറച്ചൊരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് വന്നിരിക്കുന്നത് കാണാം. ഇനി വീണ്ടും ഒന്ന് പോയിന്റ് കൂട്ടി കൊടുക്കാം. ഗ്യാപ്പ് കൂട്ടി കൊടുത്തപ്പോൾ കണ്ടോ, അപ്പൊ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഗ്യാപ്പ് കൂടുതൽ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട്, അതായത് ഇവിടെ പോയിന്റിന്റെ ഈ പോയിന്റിനെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നർത്ഥം. ഇത് തന്നെ ഇതുപോലുള്ള റൗണ്ട് ഷേപ്പുകൾക്കും മറ്റും കൊടുത്തിട്ട് വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഡോട്ടഡ് ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇത് കൂടാതെ ഡോട്ടഡ് ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്, ഞാൻ അത് വഴിയെ പറഞ്ഞുതരാം. ഇവിടെ ഇതിനും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഡാഷഡ് ലൈൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡോട്ടഡ് ആയിട്ടുള്ള കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ സംഗതിക്ക് 2 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് സാധ്യമാണ്. ഒന്ന് കറക്റ്റ് ആയിട്ട് നമ്പർ നിലനിർത്തുന്നതും, അതുപോലെ തന്നെ ഇവിടെ തമ്മിൽ ശ്രദ്ധിച്ചാൽ ഈ മൊത്തം ലൈനിന്റെ സ്പേസിങ്ങിന് കുറച്ച് ഭാഗം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഒഴിവാക്കി കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നാൽ ഇതിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യാമെന്ന് മാത്രം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇത് ക്ലോസ്ഡ് ഒബ്ജക്ട്സിന് സാധ്യമല്ല. ഇതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് ചില സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള അപാകതകൾ ഉണ്ടാവാം. അതിനും പരിഹാരമുണ്ട്, വഴിയെ നമുക്ക് തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് മറ്റ് രീതികളിൽ ഈ ഡോട്ടഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായി ചെയ്യാനായിട്ട് സാധിക്കും.
സ്ട്രോക്ക് പാലറ്റിൽ കാണുന്ന ഈ ഓപ്ഷൻ അടുത്തൊരു ഓപ്ഷൻ സെറ്റ് ആണ് അലൈൻ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഭാഗം. ഇതിൽ 3 ബട്ടണുകളുണ്ട്. ബൈ ഡിഫോൾട്ട് ഇവിടെ ഓൺ ആയിരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് എന്താ പറയാ, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം. ആദ്യത്തത് അലൈൻ സ്ട്രോക്ക് ടു സെന്റർ എന്നാണ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാത്ത്, അതിന്റെ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രോക്കിന്റെ വെയിറ്റിന്റെ പകുതിയിലാണ് നിൽക്കുന്നത് എന്നർത്ഥം. ഇപ്പോ ഈ സെലക്ടഡ് ഒബ്ജക്റ്റിനെ സംബന്ധിക്കുന്ന കാര്യം, ഇതിന്റെ വെയിറ്റ് 40 ആണ്. അതായത് നമ്മളുടെ പാത്തിന്റെ, അതായത് ഈ കാണുന്ന ലൈനാണ് ഇതിന്റെ സ്ട്രോക്ക് പാത്ത്. ആക്ച്വലി അതിന്റെ എന്താ പറയാ, എല്ല് അത് നടുവിലാണ് നിൽക്കുന്നത്. അപ്പോ ഈ 40 പോയിന്റിന്റെ പകുതി ഈ ലൈനിന്റെ ഒരു വശത്തേക്കും മറ്റു പകുതി ഉള്ളിലേക്കുമാണ് പോയിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്ന കൺട്രോളാണ് ഈ അലൈൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേര് അലൈൻ സ്ട്രോക്ക് ടു ഇൻസൈഡ് എന്ന് പറയാം. അതായത് ഈ സ്ട്രോക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് വരുന്ന മാറ്റം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ സ്ട്രോക്കിന്റെ ഉള്ളിലേക്ക്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ലൈനിന്റെ, നമ്മൾ വരച്ചിരിക്കുന്ന സൈസിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് മുഴുവൻ വെയിറ്റും പോയിരിക്കുന്നത്. 40 കാണുന്ന വെയിറ്റ് കംപ്ലീറ്റ് ആ ലൈനിന്റെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അലൈൻ സ്ട്രോക്ക് ടു ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൊടുത്തിരിക്കുന്ന ആ വെയിറ്റിന്റെ പുറത്തേക്ക് നിൽക്കുന്നതിനാണ് എന്താ പറയാ, ഈ അലൈൻ ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ് എപ്പോഴും കൊടുക്കുന്നത്, സൈസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും, വിഡ്ത്ത് 86 പോയിന്റ് സംതിങ്, ഹൈറ്റ് 45 പോയിന്റ് സംതിങ്. അതെപ്പോഴും ഒരുപോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. എന്നാൽ വെയിറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്ന കനം, അതായത് ഒരു പോയിന്റ്, സാധാരണഗതിയിൽ ഒരു പോയിന്റ് ഒക്കെയാണ് ഇതിന്റെ വെയിറ്റ് ഉണ്ടാവുക. അതിന് പകരമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കൂടുതൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ പോയിന്റ് ആ പ്രത്യേക ലൈനിന്റെ ഏരിയയുമായി അല്ലെങ്കിൽ ആ ലൈനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്കാണോ അകത്തേക്കാണോ അതോ നടുവിലേക്കാണോ അലൈൻ ചെയ്യേണ്ടത് എന്നാണ് ഈ കൺട്രോൾ ബട്ടണുകൾ കൊണ്ട് നിർവഹിക്കുന്നത്. അത് ഓപ്പൺഡ് ഒബ്ജക്റ്റിലാണ് പ്രത്യേകം കാണുക. ക്ലോസ്ഡ് ഒബ്ജക്ട്സിലാണ് കാണാൻ പറ്റുക. ഇതുപോലുള്ള സെലക്ട് ചെയ്തുകൊണ്ട് നോക്കി നോക്കുക കണ്ടോ. അപ്പൊ അകത്തേക്കും പുറത്തേക്കും, അത് അകത്തേക്കോ പുറത്തേക്കോ സെന്ററിലേക്കോ അലൈൻ ചെയ്ത് നോക്കും. എന്നാൽ ഓപ്പൺ ആയിട്ടുള്ള ഇത്തരം ഒബ്ജക്റ്റുകൾക്ക് ഇത് അകത്തേക്കും പുറത്തേക്കും ഒന്നും വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവ ഓപ്പൺ ആവില്ല, പ്രവർത്തിക്കുന്നതല്ല. അതുപോലെയുള്ള ഇങ്ങനെയുള്ള ഓപ്ഷനുകൾക്കും ഇത് അകത്തും പുറത്തു വന്നിട്ട് കാര്യമില്ല. കാരണം ഒരു പ്രത്യേക ഏരിയ അത് കവർ ചെയ്യുന്നില്ല, ഒരു ഓപ്പൺഡ് ആയ കാരണം. അടുത്തത് കുറേ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു സംഗതിയാണ് അടുത്തത്. അതിനെയാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത്. വളരെ അധികം ഡിസൈനിങ്ങിലൊക്കെ ഉപകാരമുള്ള ഒരു സംഗതിയാണ് ഡോട്ടഡ് ലൈൻസ്. നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ എന്താ പറയാ, നീക്കിച്ചു 2 ഒബ്ജക്റ്റ് ഉണ്ട് ഇവിടെ. ഇതില് 2 ഒബ്ജക്റ്റുകൾ ഉണ്ട്. ഇതില് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. അതായത് ഇവിടെ ഈ കാണുന്ന ഓപ്ഷൻ ഇപ്പൊ അൺചെക്ക്ഡ് ആണ് ബൈ ഡിഫോൾട്ട്. ഡാഷ്ഡ് ലൈൻസ് കൊടുത്തു. ഈ ഡാഷ്ഡ് ലൈൻ കൊടുത്തപ്പോൾ ഇവിടെ കാണുന്ന കുറെ കൺട്രോളുകൾ ഓൺ ആയിട്ടുണ്ട്. ഇതില് 2 തരത്തിലുള്ള കൺട്രോളുകൾ ഉണ്ട്. ഒന്ന് ഡാഷ്, 2 ഗ്യാപ്പ്, പിന്നെ വീണ്ടും ഡാഷ്, പിന്നെ ഗ്യാപ്പ്, 3 ഡാഷ് ഗ്യാപ്പ് പറഞ്ഞിട്ടുള്ള കൺട്രോൾസ് ഉണ്ട് കണ്ടോ. ഇതില് ഇവിടെ കാണുന്ന ഒരു ഡാഷില് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്യാപ്പ് 0 ആണെന്ന് അർത്ഥം. ഇനി നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം. ഒരു പോയിന്റ് കൊടുത്തു നോക്ക്, 2 പോയിന്റ് കൊടുത്തു, ഇവിടെ 2 പോയിന്റ് കൊടുത്തു.